24 ഫിലിം മീഡിയയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഹാവിഷ്ണു ഭഗവാന്റെ പൂർണ്ണ അവതാരമാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. നമ്മുടെ സ്വന്തം ഗുരുവായൂരപ്പൻ, ലോകജന പാലകനാണ് ഭഗവാൻ. തന്റെ ഭക്തരെ ഇത്രയും അധികം സ്നേഹിക്കുന്ന, കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സംരക്ഷിക്കുന്ന മറ്റൊരു ദേവനില്ല എന്ന് നിസ്സംശയം പറയുവാൻ സാധിക്കും. എന്നാൽ വലിയ ആപത്തിൽ നിന്നാലും എന്റെ കൃഷ്ണൻ എന്ന് വിളിച്ചാൽ പല രൂപത്തിൽ, പല ഭാവത്തിൽ, പല വേഷത്തിൽ, ചിലപ്പോൾ സ്വന്തം രൂപത്തിൽ തന്നെ വന്ന് രക്ഷിക്കുന്ന, ആ അപകടത്തിൽ നിന്നൊക്കെ നമ്മുടെ സംരക്ഷിച്ചു പോകുന്ന ദേവനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. സാക്ഷാൽ ഗുരുവായൂരപ്പന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. കാര്യം മറ്റൊന്നുമല്ല, തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തരുടെ വീടുകളിൽ ഭഗവാൻ വരും, ചില ലീലകൾ കാട്ടും എന്നാണ് പറയുന്നത്. ഭഗവാന്റെ വരുത്തുപോക്ക് ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട ഭക്തരുടെ വീട്ടിലുണ്ടാകും എന്നാണ് പറയുന്നത്. നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഞാൻ ഈ പറയുന്ന ഈ ലക്ഷണങ്ങൾ ഒന്നെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഉറപ്പിച്ചോളൂ, നിങ്ങളുടെ വീട്ടിലും ഭഗവാൻ വന്നിരിക്കുന്നു. നിങ്ങളുടെ വീട് രക്ഷപ്പെടുവാൻ പോവുകയാണ്. നിങ്ങളുടെ ഭക്തി സത്യമുള്ളതാണ്, അതുകൊണ്ടാണ് ഭഗവാൻ ആ വീട്ടിൽ വന്നത്. ഒരു ശക്തിക്കും നിങ്ങളെ തോൽപ്പിക്കുവാൻ കഴിയില്ല. ഗുരുവായൂരപ്പനാണ്, സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാണ് നിങ്ങളുടെ കൂടെയുള്ളത്. നിങ്ങളുടെ ജീവിതവും വീടും രക്ഷപ്പെട്ടിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം എന്തൊക്കെയാണ് ആ ലക്ഷണങ്ങൾ. ഇതിൽ ഒരെണ്ണമെങ്കിലും നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്ന് നോക്കൂ. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയിക്കുക. ഏറ്റവും വലിയ ഭാഗ്യമാണ് അറിയാൻ കഴിയുന്നത് തന്നെ. ഇതിൽ ഒന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്, ഭഗവാന്റെ വരുത്തുപോകുള്ള വീടുകളിലൊക്കെ ഭഗവാൻ തന്റെ ഭക്തരെ കാണുവാനായിട്ട് വരുന്ന വീടുകളിൽ, വീടിന്റെ പരിസരത്തോ മുറ്റത്തോ മഞ്ചാടിക്കുരി കാണുവാൻ സാധിക്കും എന്നുള്ളതാണ്. വീട്ടിലോ അടുത്തുള്ള വീട്ടിലോ ഒക്കെ മഞ്ചാടി മരം നിൽപ്പുണ്ടാകില്ല. പക്ഷേ എവിടുന്നാണ് അറിയില്ല. ദിവസവും പറമ്പിലും മുറ്റത്തുമൊക്കെ നോക്കുമ്പോൾ ഒന്നോ രണ്ടോ മഞ്ചാടി കുരു ഇങ്ങനെ കിടക്കുകയാണ്. അതിങ്ങനെ നിത്യവും കാണുകയാണ്. പല ദിവസങ്ങളിലും പറമ്പിലുമൊക്കെ നടക്കുമ്പോൾ അങ്ങിങ്ങായിട്ട് മഞ്ചാടി കുരു കിടക്കുന്നു. എന്നാൽ അടുത്തെവിടെയും മഞ്ചാടി മരം ഇല്ലതാനും. മഞ്ചാടി കുരു അത്തരത്തിൽ വീട്ടിലോ പരിസരത്തോ കണ്ടു കഴിഞ്ഞാൽ അത് ഭഗവാന്റെ സാന്നിധ്യമാണെന്നാണ് പറയുന്നത്. ഞാൻ ഈ പറഞ്ഞ പോലെ വീട്ടിൽ മരം നിന്ന് മഞ്ചാടി കിടക്കുന്നത് അത് സ്വാഭാവികമാണ്. എന്നാൽ അതല്ലാതെ വീട്ടിലെങ്ങും മഞ്ചാടി മരം നിൽപ്പില്ല, അതെങ്ങും ഇല്ല, അടുത്ത വീടുകളിലും ഒന്നുമില്ല. പക്ഷേ എവിടുന്നാണെന്ന് അറിയില്ല. എല്ലാ ദിവസവും വീട്ടിലും മുറ്റത്തും അല്ലെങ്കിൽ പരിസരത്തോ ഒക്കെ മഞ്ചാടി കാണുവാൻ സാധിക്കുകയാണ്. അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഭഗവാന്റെ സാന്നിധ്യമുള്ള വീടാണ്. ആ വീട്ടിലുള്ളവർ നശിക്കില്ല, രക്ഷപ്പെടുകയുള്ളൂ. ഭഗവാൻ കൂടെയുണ്ട്. ഈ ലോകം മുഴുവൻ നിങ്ങൾക്ക് എതിര് നിന്നാലോ നിങ്ങൾ രക്ഷപ്പെടും, ഭഗവാൻ ഒപ്പമുണ്ട് എന്നുള്ളതാണ്. ഇതാണ് ഒന്നാമത്തെ ലക്ഷണം. രണ്ടാമത്തെ എന്ന് പറയുന്നത്, നിങ്ങളുടെ വീടിന്റെ മുറ്റം നിറയെ തുളസി ചെടി കാട് പോലെ വളരും എന്നുള്ളതാണ്. എന്താണ് കാട് പോലെ വളരുക എന്ന് പറയുന്നത്? നമ്മൾ വച്ചു പിടിപ്പിച്ചതുമൊന്നുമല്ല, നിറയെ പൊട്ടിമുളക്കുക. മണ്ണു വാരി ഇട്ട പോലെ തുളസി തൈകൾ പൊട്ടിമുളയ്ക്കുക. എവിടെ നിന്നാണ് അറിയില്ല. ദൈവമേ, ഇതിനു മാത്രം തുളസി തൈ എന്റെ വീടിന്റെ മുന്നിൽ ഇങ്ങനെ വളർന്നു നിൽക്കുന്നല്ലോ. ആ ഒരു കാഴ്ച കാണുവാൻ സാധിക്കുക. ഭഗവാന്റെ സാന്നിധ്യമുള്ള വീടുകളിൽ ഇങ്ങനെ സംഭവിക്കുന്നത് നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഇങ്ങനെയുള്ള ഭാഗ്യമുണ്ടോ? പ്രത്യേകിച്ചും ആ വീട്ടിലെ സ്ത്രീകൾ ഭാഗ്യവതികളാണ് എന്നാണ് പറയുന്നത്. ഭഗവാൻ കൂടെയുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥന ഭഗവാൻ കേട്ടു എന്നാണ് അതിന്റെ ലക്ഷണം. നശിക്കില്ല, നന്നായി വരികയുള്ളൂ. അത്തരത്തിൽ തുളസി ചെടി ഇങ്ങനെ തുരുതുരാ വളർന്നു നിൽക്കുന്ന വീടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ തുളസി പൂക്കൾ കൃഷ്ണന്റെ അമ്പലമോ അല്ലെങ്കിൽ മഹാവിഷ്ണുവിന്റെ അമ്പലമോ ഒക്കെ വീടിനടുത്തുണ്ടെങ്കിൽ അവിടെ ഇടയ്ക്ക് പറിച്ചു കൊണ്ടുപോയി കൊടുക്കണം കേട്ടോ. ഭഗവാൻ അർപ്പിക്കപ്പെടുവാൻ വേണ്ടിയിട്ടാണ് അത് വളരുന്നത്. അത്തരത്തിൽ വളർന്നുകൊണ്ടേയിരിക്കുന്നത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ അങ്ങനെയുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് പറയണേ. എത്ര പേരുണ്ടെന്ന് നോക്കാം. നമുക്ക് ഭഗവാന്റെ അനുഗ്രഹമുള്ളവരാണ്. ഞാൻ അവരെ, ഈ വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ഭഗവാന്റെ അനുഗ്രഹത്തിനായി ഓം നമോ ഭഗവതേ വാസുദേവായ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. എല്ലാവിധ ഐശ്വര്യവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ആരുടെയെങ്കിലും വീട്ടിൽ ഇങ്ങനെയുണ്ടോ എന്ന് പറയണേ. ഇതാണ് രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്, നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം, പായസ കൊതിയനാണ് കണ്ണൻ എന്ന് പറയുന്നത്. കണ്ണന് ഏറ്റവും പ്രിയം എന്താണെന്ന് ചോദിച്ചാൽ പായസമാണ്
വഴിപാടാണെന്ന് പറയാം. ഏറ്റവും പ്രിയപ്പെട്ട വഴിപാട് ഏതാണെന്ന് ചോദിച്ചാൽ പാൽപായസ വഴിപാടെന്ന് പറയാം. കണ്ണൻ അത്രയും പായസ കൊതിയനാണ്. നിങ്ങളുടെ വീട്ടിൽ എന്തെങ്കിലും പായസം വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് എന്ത് ചടങ്ങ് ആയിക്കോട്ടെ, ആ വീട്ടിലെ അടുക്കളയിൽ പായസം വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ അന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, നിങ്ങളുടെ വീടിന്റെ അടുക്കള പുറത്ത് പലതരത്തിലുള്ള കിളികളും അണ്ണാനും ഒക്കെ വന്ന് കിടന്ന് കലവില കലവില ഭയങ്കരമായിട്ട് ശബ്ദമുണ്ടാക്കും. അത് മറ്റൊന്നുമല്ല കേട്ടോ, ഭഗവാന്റെ ഒരു ലീലയാണെന്നാണ് പറയുന്നത്. പായസ കൊതിയനാണ് തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തർ. ഇവരുടെ വീട്ടിൽ വിശേഷ ദിവസമായിക്കോട്ടെ, ചിലപ്പോൾ വീട്ടിലെ കുട്ടിയുടെ പിറന്നാളായിരിക്കുമല്ലേ, വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ചടങ്ങുകളായിരിക്കും. വീട്ടിലെ അടുക്കളയിൽ പായസം വെച്ചോ അന്നത്തെ ദിവസം അടുക്കള പുറത്ത് സ്വസ്ഥത തരത്തില്ല. വലിയ രീതിയിലുള്ള കലവില കലവില ശബ്ദങ്ങളൊക്കെ, കിളികളുടെയും അണ്ണാന്റെയും പക്ഷികളുടെയും ഒക്കെ ശബ്ദങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. ഇങ്ങനെ സംഭവിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണം മനസ്സിലാക്കുക. ആ വീട്ടിൽ പാചകം ചെയ്യുന്ന പായസത്തിൽ നിന്ന് ഒരു ചെറിയ പായസം എടുത്ത്, ഒരു ചെറിയ ഗ്ലാസ് എടുത്ത് ആ പായസം എടുത്ത് കൊണ്ടുപോയി നിങ്ങളുടെ വീട്ടിൽ വിളക്ക് വെക്കുന്നിടത്ത് ആ വിളക്കൊന്ന് തെളിയിച്ച്, അത് ഏത് സമയമായിക്കോട്ടെ, ഉച്ചയായിക്കോട്ടെ അല്ലെങ്കിൽ വൈകുന്നേരം ആയിക്കോട്ടെ അല്ലെങ്കിൽ രാവിലെ ആയിക്കോട്ടെ, ഏത് സമയമായിക്കോട്ടെ, ആ പായസത്തിൽ നിന്ന് ഒരു ചെറിയ ഗ്ലാസ് പായസം എടുത്തു കൊണ്ടുപോയി വീട്ടിൽ വിളക്ക് കത്തിക്കുന്നിടത്ത് ഒന്ന് തെളിയിച്ച്, വിളക്കൊന്ന് തെളിയിച്ച് സങ്കല്പിച്ച്, അതിനു മുന്നിൽ ഭഗവാനെ സങ്കല്പിച്ച്, ഭഗവാന്റെ ചിത്രമുണ്ടെങ്കിൽ ആ ചിത്രത്തെ സങ്കല്പിച്ച് സമർപ്പിച്ചതിന് ശേഷം മാത്രം എല്ലാവരും സേവിക്കുക കേട്ടോ. ഭഗവാന് കൊടുത്തിട്ട് നിങ്ങൾ അത് എല്ലാ ചടങ്ങുകളും ഏത് ചടങ്ങുകളും ആയിക്കോട്ടെ അത് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിഗംഭീര ഫലമെന്നാണ് പറയുന്നത്. ഭഗവാൻ ഏറ്റവും സന്തോഷവാനാകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ ഇനി പായസം വെക്കുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങളുടെ അടുക്കള പുറത്ത് കിളികളുടെ കുറെ നാദവും അണ്ണാന്റെ ഒരു സാന്നിധ്യം അങ്ങനെയൊക്കെ കാണുകയാണ്, കലപില കലപില ശബ്ദം കേൾക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഭഗവാൻ വന്നിരിക്കുന്നു. പായസം വെച്ചാൽ തന്റെ ഭക്തരുടെ വീട്ടിൽ ഭഗവാൻ ഓടിയെത്തും എന്നാണ് പറയുന്നത്. അപ്പോൾ ഉടനെ തന്നെ ഭഗവാൻ ഏറ്റവും ഐശ്വര്യമാണ് കേട്ടോ. ഇനി നിങ്ങൾ ആർക്കെങ്കിലും ഇത് ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഭഗവാൻ അവിടെ ഉണ്ട്. മനസ്സുകൊണ്ട് എന്ത് വേണമെങ്കിലും ഭഗവാനോട് പ്രാർത്ഥിച്ചോളൂ. ഭഗവാൻ അതൊക്കെ നിങ്ങൾക്ക് വരമായിട്ട് നൽകുകയും ചെയ്യുന്നതായിരിക്കും. ഇതാണ് മൂന്നാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്. അടുത്ത ലക്ഷണം എന്ന് പറയുന്നത്, നമ്മളെല്ലാവരും ഗുരുവായൂർ അമ്പലത്തിൽ തൊഴാൻ പോകുന്നവരാണല്ലോ. ഗുരുവായൂർ പോകുന്ന സമയത്ത് കണ്ണൻ ചില മായകൾ കാട്ടും എന്നാണ് പറയുന്നത്. ഇനി ഗുരുവായൂർ പോയ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റായിട്ട് അറിയിക്കണേ. ഭഗവാന്റെ ശ്രീലകത്ത് നമ്മൾ പോയി തൊഴാൻ പോകുന്ന സമയത്ത് പല തരത്തിലുള്ള ലീലകളും പരീക്ഷണങ്ങളും മായകളും ഒക്കെ ഭഗവാൻ നമുക്ക് മുന്നിലിട്ട് നമ്മുടെ മുന്നിലിട്ട് തരും എന്നാണ് പറയുന്നത്. അത്തരത്തിൽ രണ്ട് ലീലകളെ പറ്റിയാണ് പറയുന്നത്. ഇത് ഭഗവാന്റെ യഥാർത്ഥ ഭക്തർക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഭഗവാന്റെ യഥാർത്ഥ ഭക്തരാണ് ഭഗവാൻ നിങ്ങളുടെ ഭക്തി സംപ്രീതനാണ് എന്നുണ്ടെങ്കിൽ മാത്രം കാണുവാൻ സാധിക്കുന്ന ലക്ഷ്യമാണ്. നിങ്ങൾ ഗുരുവായൂർ തൊഴാൻ പോകുന്ന സമയത്ത് ഭഗവാന്റെ അടുത്ത് നിങ്ങൾ ആ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ മനസ്സിൽ ഒരുപാട് പ്രയാസങ്ങളും സങ്കടങ്ങളും ഒക്കെ ആയിട്ടായിരിക്കും ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നത്. ഇതെല്ലാം ഒന്ന് പറയണം, ഭഗവാന്റെ അടുത്ത് പോയി പറഞ്ഞ് ഭഗവാനോട് പ്രാർത്ഥിക്കണം. ഇതൊക്കെ പറഞ്ഞ് ഭഗവാന്റെ കയ്യിൽ നിന്ന് അനുഗ്രഹം നേടണമെന്ന് കരുതിയായിരിക്കും പോകുന്നത്. എന്നാൽ നിങ്ങൾ ആ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചു കഴിയുമ്പോൾ തന്നെ നിങ്ങൾ പോലും അറിയാതെ ആ പ്രയാസങ്ങളും ഒക്കെ മറന്നുപോകും എന്നുള്ളതാണ്. എല്ലാം മറന്നുപോകും. തൊഴുത് ഇറങ്ങി കഴിയുമ്പോഴായിരിക്കും വിചാരിക്കുന്നത്, അയ്യോ ഭഗവാനെ കണ്ടപ്പോൾ തന്നെ ആ നിമിഷത്തിൽ ഇതൊന്നും ചോദിക്കുവാൻ പറ്റിയിട്ടില്ലല്ലോ, ഇതെല്ലാം പറയുവാൻ പറ്റിയിട്ടില്ലല്ലോ എന്ന് തോന്നുന്നത് ഭഗവാൻ അതങ്ങ് മായ്ച്ചു കളയൂ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ അമ്പലത്തിൽ പോയിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് വീട്ടിൽ വന്നു കയറുന്ന സമയത്ത് ചിലപ്പോൾ ചില സന്തോഷ വാർത്തകളൊക്കെ നിങ്ങളെ തേടിയെത്തും എന്നാണ് പറയുന്നത്. ഭഗവാനെ ചെന്ന് കണ്ടിട്ട് ഭഗവാന്റെ ഒരു ചൈതന്യവും കയറി വീട്ടിൽ വന്നു കയറുമ്പോൾ കേൾക്കുന്നത് എന്തോ സന്തോഷ വാർത്ത ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് അതീവ ശുഭകരമാണെന്നാണ് പറയുന്നത്. ഭഗവാൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട്, നിങ്ങൾ പോലും പറയാതെ ഭഗവാൻ നിങ്ങളെ അറിയുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു കാര്യം നിങ്ങൾ പോകുന്ന സമയത്ത് ക്ഷേത്രത്തിൽ ഭഗവാനെ ചെന്ന് കാണുന്ന സമയത്ത് എല്ലാം മറന്നു പോവുക. തിരിച്ചു വന്നു കഴിയുമ്പോൾ പല കാര്യങ്ങളും ജീവിതത്തിൽ സന്തോഷമുള്ള, ചിലപ്പോൾ അതൊരു ദിവസത്തിലോ 2 ദിവസത്തിലോ ആയിരിക്കാം, ചില സന്തോഷ വാർത്തകൾ കേൾക്കുവാൻ സാധിക്കുക എന്ന് പറയുന്നു. ഇതൊരു യഥാർത്ഥ ഗുരുവായൂർ ഭക്തന് മാത്രം, ഒരു ശ്രീകൃഷ്ണ ഭക്തന് മാത്രം കിട്ടുന്ന ചില ഫലങ്ങൾ
പരീക്ഷണങ്ങളാണ് അടുത്തത് അഞ്ചാമത്തേത് എന്ന് പറയുന്നത് സ്വപ്ന ദർശനമാണ്. ഇത് പരീക്ഷണങ്ങളാണ്. അടുത്തത് അഞ്ചാമത്തെ എന്ന് പറയുന്നത് സ്വപ്ന ദർശനമാണ്. ഭഗവാൻ തന്റെ ഭക്തർക്ക് സ്വപ്ന ദർശനം നൽകും എന്നാണ് പറയുന്നത്. അതും ഉണ്ണിക്കണ്ണനായിട്ട് ദർശനം നടത്തൂ എന്നാണ് പറയുന്നത്. അതായത് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഉണ്ണിക്കണ്ണനെ സ്വപ്നം കാണുക, അല്ലെങ്കിൽ ഒരു പേരോ കൃഷ്ണനാണോ എന്നറിയാത്ത ഒരു ഉണ്ണിയെ സ്വപ്നം കാണുക. ആ ഉണ്ണി ഓടിക്കളിക്കുന്നതായിട്ട് നമ്മുടെ കയ്യിൽ വരുന്നതായിട്ട് നമ്മളോട് ചിരിച്ചു കൊഞ്ചുന്നതായിട്ടൊക്കെ നമ്മൾ സ്വപ്നം കാണും. രാവിലെ ഉറക്കം എഴുന്നേറ്റ് കഴിയുമ്പോൾ ആയിരിക്കും നമ്മൾ റിയലൈസ് ചെയ്യുന്നത്, അതായത് നമ്മൾ തിരിച്ചറിയുന്നത് അത് സാക്ഷാൽ ഉണ്ണിക്കണ്ണനായിരുന്നു, ഗുരുവായൂരപ്പനായിരുന്നു എന്നുള്ളത്. ഭഗവാൻ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് അത്തരത്തിൽ സ്വപ്ന ദർശനം നൽകാറുണ്ട്. അങ്ങനെ സ്വപ്ന ദർശനം കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പിച്ചോളൂ, അധികം വൈകാതെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ചില ശുഭകാര്യങ്ങളൊക്കെ നടക്കും എന്നുള്ളതാണ്. ഇതാണ് മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത്. അടുത്തത് ആറാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് എവിടെ നിന്നാണെന്നറിയില്ല ഒരു കളഭ സുഗന്ധം നിങ്ങളുടെ വീട്ടിൽ ആ വിളക്ക് വെക്കുന്നിടത്തൊക്കെ ഇങ്ങനെ വലയം ചെയ്തു പോകുന്നതായിട്ട് ഒരു തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെ തോന്നുന്ന സന്ധ്യയ്ക്ക് വിളക്കൊക്കെ വെച്ച് ഇങ്ങനെ തൊഴുതുകൊണ്ട് നിൽക്കുന്ന സമയത്ത് എവിടെ നിന്നാണെന്ന് അറിയില്ല ഒരു കളഭ സുഗന്ധം അല്ലെങ്കിൽ ഒരു തണുത്ത കാറ്റ് പോലെ വന്ന് നിങ്ങളെ തഴുകി പോവുക. നിങ്ങൾക്ക് പറഞ്ഞറിയിക്കുവാൻ വയ്യാത്ത ഒരു സന്തോഷം. അത് ചന്ദനത്തിരിയുടെയോ അല്ല വിളക്കിന്റെയോ ഒന്നുമല്ല. ആ ഒരു മണം അല്ലെങ്കിൽ ആ ഒരു സുഗന്ധം എന്ന് പറയുന്നത് അത് എന്തോ ഒരു തരം നമുക്ക് പറഞ്ഞ് അറിയിക്കുവാൻ പറ്റാത്ത ഒരു കളഭ സുഗന്ധമായിട്ട് തണുപ്പായിട്ട് അനുഭവപ്പെടും എന്നാണ് പറയുന്നത്. അത് ആ വിളക്ക് കത്തിക്കുന്ന ഇടത്ത് ഭഗവാന്റെ സാന്നിധ്യമുണ്ട് എന്നുള്ളതിന്റെ സൂചനയായിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? വിളക്ക് വെച്ച് തൊഴുമ്പോൾ എവിടെ നിന്നോ ഒരു കാറ്റ് അല്ലെങ്കിൽ ഒരു സുഗന്ധം നിങ്ങളെ തഴുകി പോകുന്നതായിട്ട് അത്തരത്തിൽ ഒരു അനുഭവം ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് അതിഗംഭീരമായ അതിശുഭകരമായിട്ടുള്ള ലക്ഷണമാണ് എന്നാണ് പറയുന്നത്. ഏഴാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഭഗവാന്റെ സാന്നിധ്യമുള്ള വീടുകളിൽ നിത്യവും തെച്ചി പൂത്തുലഞ്ഞു നിൽക്കും എന്നുള്ളതാണ്. ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട പൂക്കളിൽ ഒന്നാണ് തെച്ചി എന്ന് പറയുന്നത്. തെച്ചി മാല ചാർത്തി തുളസിയും തെച്ചിയും കോർത്തു കെട്ടിയ മാല ചാർത്തി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഐശ്വര്യമെന്നാണ് പറയുന്നത്. ഗുരുവായൂരപ്പന്റെ അനുഗ്രഹമുള്ള വീടുകളിൽ തെച്ചി നിത്യവും പൂത്തു നിൽക്കും എന്നാണ് പറയുന്നത്. 365 ദിവസവും വീട്ടിലെ തെച്ചിയിൽ നോക്കിയാൽ പൂ കാണും എന്നാണ് പറയുന്നത്. തെച്ചിയിൽ പൂ പിടിക്കാതായിട്ട് കാലമില്ല, പൂ പിടിക്കാതെ കണ്ടിട്ടില്ല. തെച്ചി ഇങ്ങനെ പൂത്തുലഞ്ഞ് വീട്ടിൽ നിൽക്കും എന്നുള്ളതാണ്. എല്ലാ ഹൈന്ദവ ഗ്രഹങ്ങളിലും നിർബന്ധമായിട്ടും നട്ടുവളർത്തേണ്ട ഒരു ചെടിയാണ് തെച്ചി. ഇനി ആരുടെയെങ്കിലും വീട്ടിൽ ഈ തെച്ചിപ്പൂ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കണേ. കേൾക്കുന്നത് തന്നെ ഒരു ഭാഗ്യം തന്നെയാണ്. ഭഗവാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പുഷ്പങ്ങളിൽ ഒന്നാണ് തെച്ചി എന്ന് പറയുന്നത്. ആ മണ്ണിൽ വളർന്നാൽ തന്നെ അവിടെ ഈശ്വര ചൈതന്യമുണ്ട് എന്നുള്ളതാണ്. ആ തെച്ചി ഇങ്ങനെ നിത്യവും പൂത്തുലഞ്ഞ് നിൽക്കുക. ഈ തെച്ചി എന്ന് പറയുന്നത് എപ്പോഴും പൂവിടുന്ന ഒരു പൂവല്ല. ഒരു വർഷത്തിൽ 36 ദിവസം നോക്കിയാലും 365 ദിവസം നോക്കിയാലും തെച്ചി പൂത്തു നിൽക്കുന്ന അവസ്ഥ ഒരു മഹാഭാഗ്യം തന്നെയാണ്. ഗുരുവായൂരപ്പൻ കൂടെയുണ്ട്, നല്ലതേ വരൂ എന്നുള്ളതാണ്. അപ്പോൾ ഭഗവാനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്തരാണ് എന്നുണ്ടെങ്കിൽ, ഭഗവാനോട് ഏറ്റവും ഭക്തിയുള്ള ഭക്തരാണ് എന്നുണ്ടെങ്കിൽ ഓം നമോ നാരായണായ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. എല്ലാവർക്കും ഐശ്വര്യമേ വരുള്ളൂ. എല്ലാവരുടെ ദുരിതങ്ങളും മാറിക്കിട്ടും. ഭഗവാന്റെ അനുഗ്രഹം എന്നും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. അപ്പോൾ എന്റെ സന്ധ്യാപ്രാർത്ഥനയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നതാണ്. അതിനായിട്ട് നിങ്ങളുടെ ജന്മനക്ഷത്രവും പേരും ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. അപ്പോൾ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഓം നമഃ ശിവായ.